ഹലോ, നമുക്ക് പിസ്സ ഉണ്ടാക്കാം. പിസ്സ ഉണ്ടാക്കാനകത്തിട്ട് ഞാൻ പാത്രം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈസ്റ്റ് പഞ്ചസാരയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് പൊന്തി വരും. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, മൈദ. എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് അയച്ച് കൊടുക്കുക. നല്ലോണം അയച്ച് കൊടുക്കുക. നമ്മൾ ഗോതമ്പ് ചപ്പാത്തിയൊക്കെ ചുടാൻ അയക്കുന്ന പോലെ അതൊന്ന് അയച്ച് കൊടുക്കുക. എന്നിട്ട് കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടി ലേശം എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് രണ്ട് ബോൾസായിട്ട് മാറ്റിയതിന് ശേഷം അത് ഞാനൊരു തവ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പിന്നെ പിസ്സ സോസ് പുരട്ടി കൊടുക്കുക. പിസ്സ സോസ് പുരട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്ത് പിസ്സ സോസ് നല്ലോണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ടതിന് ശേഷം പച്ചക്കറികൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ചീസ് ഇട്ട് നമ്മൾ ചിക്കനും ഇട്ടതിന് ശേഷം പച്ചക്കറികൾ ഇട്ട് കൊടുക്കും. പച്ചക്കറികൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റും ചെറിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചീസും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒറിഗാനോ ഇട്ട് ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കുക. അടിപൊളിയാണ്. എന്നിട്ട് മൂടി വെച്ച് 20-25 മിനിറ്റ് അത് ഇരുന്ന് വേവണം. വെന്ത് കഴിയുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് അത് മൂടി വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സർവ് ചെയ്യാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.